നമസ്കാരം. എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതിനാൽ കുടിശ്ശിക സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾക്കായി നിരവധി കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എട്ടാം CPC അതിന്റെ റിപ്പോർട്ടോ ശുപാർശകളുടെ പട്ടികയോ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അത്തരം പ്രഖ്യാപനം നടക്കൂ എന്നതിനാൽ അവർക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം. 18 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന വ്യക്തമായ നിർദ്ദേശത്തോടെ 2025 നവംബറിലാണ് എട്ടാം CPCയെ നിയോഗിച്ചത്. അതായത് അന്തിമ എട്ടാം CPC റിപ്പോർട്ടിനായി ഇപ്പോഴും നീണ്ട കാത്തിരിപ്പ് തുടരുകയാണ്. ശമ്പള കമ്മീഷൻ അതിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ശമ്പള കുടിശ്ശിക അടക്കൽ വ്യക്തമാക്കാൻ കമ്മീഷന് കഴിയുമോ, അതോ സർക്കാർ അതിന്മേൽ എന്തെങ്കിലും ഒരു അധിക നടപടികൾ സ്വീകരിക്കുമോ എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 കമ്മീഷനുകൾ പ്രകാരം ഒരു CPCക്ക് അതിന്റെ റിപ്പോർട്ടിൽ ശമ്പള കുടിശ്ശിക അടക്കൽ വ്യക്തമാക്കാൻ കഴിയും. അത് നടപ്പിലാക്കുന്നതിന്റെ പ്രാബല്യത്തിലുള്ള തീയതി ഉൾപ്പെടെ. എന്നാൽ അത് സർക്കാരിനും അതോടൊപ്പം തന്നെ അത് സർക്കാരിനെ ചെയ്യാൻ കഴിയും എന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഉദാഹരണമാണ്. അതായത് ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ 2006 ജനുവരി 1 മുതൽ സർക്കാർ കുടിശ്ശിക നൽകേണ്ടി വരുമെന്ന് 6ാം ശമ്പള കമ്മീഷൻ അതിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇതിനാൽ 6ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പള കുടിശ്ശിക 2 ഗഡുക്കളായി നൽകി. 7ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കിയതിനു ശേഷം കുടിശ്ശികയും നൽകി. എന്നിരുന്നാലും 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൽ കുടിശ്ശിക നൽകുന്നതിനെ കുറിച്ച് പ്രത്യേകമായി ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തിൽ കുടിശ്ശികയുടെ സ്വാധീനം 6ാം ശമ്പള പാനലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവായിരിക്കും. 3 ശമ്പള കമ്മീഷനുകളുടെ ആനുകൂല്യങ്ങൾ 5, 6 എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കുടിശ്ശിക ഘടകം ഉൾപ്പെടുത്തിയാണ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. കുടിശ്ശികയുടെ സഞ്ചിത ആഘാതം PAPയിലെ സർക്കാർ ചെലവ് താൽക്കാലികമായി വർദ്ധിപ്പിക്കും. അതുവഴി ഒരു ചെറിയ സമയത്തേക്ക് പോലും ഗണ്യമായ ആഘാതം ഉണ്ടാകുമെന്നത് മാത്രമല്ല, ഈ ആഘാതം ഡിമാൻഡും അതോടൊപ്പം തന്നെ സപ്ലൈ ചാനലുകൾ വഴി സാമ്പത്തിക സ്ഥിരതയെയും അതോടൊപ്പം തന്നെ വില നിലവാരത്തെയും ബാധിക്കുമെന്നാണ് 7ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടിൽ അന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും 7ാമത്തെ CPC ശുപാർശകളിൽ പരമാവധി മാർജിനിൽ അത് ഒരു പേയ്മെന്റ് ഘടന അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8ാം ശമ്പള കമ്മീഷൻ പ്രകാരം ജീവനക്കാർക്ക് 15 മാസം വരെ ശമ്പള കുടിശ്ശിക ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കമ്മീഷന്റെ ശുപാർശകൾ 2026 ജനുവരി 1 മുതൽ നടപ്പിലാക്കേണ്ടതാണെങ്കിലും 2027 അവ പ്രാബല്യത്തിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്.